പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2008 റിലീസായിട്ടുള്ള മലയാള സിനിമയാണ് രൗദ്രം. നമ്മുടെ മമ്മൂക്കയായിരുന്നു ചിത്രത്തിലെ നായകൻ. രൗദ്രം എന്ന മൂവിയിലെ ഒരു സീന്, മമ്മൂക്കയുടെ ഇൻട്രോ സീന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സിനിമയിൽ തന്നെ മറ്റൊരു മമ്മൂക്കയുടെ സീനാണെന്ന് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മമ്മൂക്ക ഡോർ വോട്ട് ഓക്കെ ഗൺ ഇപ്പൊ കഴിഞ്ഞത് 24ാമത്തെ കോൾ. ഇന്ന് നേരം എടുത്ത പോകുന്നത് നിന്റെ അട്രോസിറ്റിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെ അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് DG അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട് അഭിഷേകം. എനിക്ക് നിർലോഭം നീ പ്രതി എടുത്ത് മാറ്റാൻ തന്നെ മോതയ്ക്ക് അവനൊരു പുച്ഛം. നരി പുലി നരി കടുവ വലിയ പഥ്യമ നിന്നെ പോലെ പെറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നരേന്ദ്രൻ. എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിരയാറാൻ. സാറ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ശബ്ദം എടുത്ത് സംസാരം എന്നോടല്ല, അത് താഴെ ശിഹാബിനെ പോലുള്ളവരോട്, ഗൺഫേർഡ് IPS-കാരോട്. അത്ര മതി, കേട്ടല്ലോ. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നോന്ന് വിചാരിച്ചിട്ട് IG-യുടെ IPS-ന്റെ തലയ്ക്ക് മുകളിൽ ആവരുടെ അധികാരം. നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും, അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് ചീഫിന്? സർ, ഇറ്റ്സ് നോട്ട് മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട്. ഇപ്പോഴും ഇതെന്താണ് എന്താണ് നിന്റെ കോംപ്ലക്സ്? എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ? കട്ട് ദ റോഡ് സർ. വാട്ട്? ഐ സെഡ് കട്ട് ദ റബിഷ് പ്ലീസ്. കഷ്ടം. എത്ര ശാസിച്ചാലും ശരി, എത്ര ഉപദേശിച്ചാലും ശരി, അടങ്ങില്ല. ആങ്കർ അൺബ്രൈഡൽ. അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും. അല്ലടാ, സാറ് വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ. ഉപദേശം ഒന്ന് സഹായിക്കും. നരി വൃത്തികെട്ടൊരു കേസായിരുന്നു. കണ്ടില്ലേ? ആണും പെണ്ണും ഈ കുടുംബം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കുക. അവന്മാര് ശത്രുഭാഗത്ത് നിൽക്കുന്നവര് അവരാരൊക്കെയാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് വിളിപ്പിച്ചത്. സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട് ഏതെങ്കിലും പഴയ കടപ്പാട് മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിന്നെ ഒഴിവാക്കി തരാം. യു ജസ്റ്റ് വിഡ്രോ. ഇല്ലെങ്കിലോ സർ? ഇല്ലെങ്കിൽ പിന്നെ ജലപാലിനെ നീ തല്ലിയ ഇൻസിഡന്റ്, ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ്, ഭീഷണി, പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആദ്യ ഉപദേശം പിന്നെ ഭീഷണി. കൊള്ളാം. നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും. തൊപ്പി ഞാൻ ഊരി വെപ്പി. തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും എന്താ? ഐ സെഡ് പ്രൂവ് യുവർ ബാൾസ്. പാട്ടി തന്ത തൊലഞ്ഞ പോലെ റോഡിൽ കിടന്ന് പൊട്ടി തെറിക്കുന്ന ഒരു ഔദാര്യം കാണിച്ചപ്പോ ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്രൻ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് പണ്ട്. എന്താ ശബ്ദം? പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് പറയണോ? പഴയത് ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നത്. IPS നോയ്സ് ബാലഗോപാൽ എന്ന് അസിസ്റ്റന്റ് ഗണഗാംഭീര്യമുള്ള ശബ്ദം. നരേന്ദ്രനെ പറ്റി മമ്മൂക്ക. സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ ഓരോ ഡയലോഗിലും ഓരോ ശൈലിയായിരുന്നു. മലപ്പുറം ഡെപ്യൂട്ടി SP ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പച്ചമടിക്കാരി കെട്ടിലമ്മയുടെ പീഡികരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേഷന്റെ പുകപ്പറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു എന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ AR ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊടുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ. നരാധമൻ, മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ തെണ്ണക്കിടക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും. നരേന്ദ്രൻ, ദ ബീസ്റ്റ്.
ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മൊയ്തീന്റെ ചൂടിറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ലെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ IPS പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം ഒരാണും കരയാത്ത പോലെ. അത്ര നാണം കെട്ട് അത്ര അറപ്പിച്ചു. കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ IPS ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് കർത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്ദിനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിനും നട്ടല് പറഞ്ഞിട്ടല്ല, പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതികളും കൊണ്ടുമല്ല. നരച്ച ജലബാധിച്ച ഒരു വൃദ്ധന്റെ ശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ തെരുവിൽ ബോംബൂട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി സഹപാഠി മേലോഫീസർ റിട്ടയർഡ് SP മുറ്റത്ത് വന്നു മകന്റെ ജീവിതം പിച്ച ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമറച്ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നതുകൊണ്ട്. നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. എന്താ ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ആ ഒരു ഡയലോഗ് വരുന്ന കോടതികൾ കയറി ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഓരോ ഡയലോഗിനും ഒരു സ്വരത്തിന്റെ ഓരോ താഴ്ച വീഴ്ചയുണ്ടല്ലോ. എന്റെ പാവം വക്കീൽ, എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ, നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ വിറ്റ് തീറാക്കാൻ ഒരു താലിച്ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല. ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിയിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ നിനക്കെന്നെ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ, ഒരിക്കലും ഒരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു SP ബാലഗോപാലൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ. എന്റെ കോൺഗ്രസ് എന്താണെന്ന് അറിയാൻ നിനക്ക്. അതല്ല നീ വിളിപ്പിച്ചത്. ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരട്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ. ഓരോ മാസത്തിലും ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. But you have frustrations, you are scared. അതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചത്. പക്ഷെ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി, നിന്റെ ഭാര്യ, അവരുടെ മുഖത്തെ ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ I will hunt you down. നിന്നെ വേട്ടയാടി പിടിക്കും. അനിമൽ. നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ IPS, അതിന്റെ അലങ്കാരങ്ങൾ, ഭാരങ്ങൾ, ഒന്നും പറയാനില്ലട്ടോ ഡയലോഗ്. ഒരു രക്ഷയില്ല. എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ സൂപ്പർ കിഡിലൻ ഡയലോഗ് സീനാണ് കണ്ടുകൊണ്ട്. നമ്മുടെ രൗദ്രം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ സൂപ്പർ കിഡിലൻ ഒരു സീനായിരുന്നു. നല്ല കിഡിലൻ ഒരു ഡയലോഗ് പെർഫോമൻസ് സീനാണ് കണ്ട്. 2008 സിനിമ റിലീസായിട്ടുള്ളത്. രഞ്ജി പണിക്കർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് രൗദ്രം. നല്ലൊരു അടിപൊളി കിഡിലൻ സീനായിരുന്നു. ഇതേ സിനിമയിലെ മറ്റൊരു സിനിമ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഇൻട്രോ സീന്, അസിസ്റ്റന്റ് കമ്മീഷണർ നരേന്ദ്ര എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീൻ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.